ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിന് കാതലായ മാറ്റം വരുത്തുന്ന, നാളെ തിരിച്ചു ചെല്ലേണ്ട അള്ളാഹുവിൻ്റെ മഹ്ശറാ ലോകത്ത് റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകുക എന്ന ഉദ്ദേശത്തോടെയാണ് ഹൈസക്ക് പോലെയുള്ള പരിപാടികൾ MSM കേരളക്കരയിലെ മക്കൾക്കിടയിൽ നടപ്പിലാക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഏതൊരു ഹൈസക്ക് കൊണ്ടും നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം, ആരാണ് ഞാൻ? നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ, ആരാണ് ഞാൻ? പലപ്പോഴും നമ്മളിൽ പലരും സ്വയം ചോദിക്കാൻ മടിക്കുകയും മറ്റു പലരുടെയും ജീവിതത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും നിലവാര തകർച്ചയിൽ നിന്ന് നിലവാര തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നമ്മിൽ പലർക്കും ഇന്ന് നമ്മോട് തന്നെ ചോദിക്കാനുള്ള മടിയാണ്, ആരാണ് ഞാൻ? അതിന്റെ മറുപടി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. നിങ്ങൾ അല്ലാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ ലോകത്തെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട സൃഷ്ടികളാണ്. നമ്മളാരും ലോകത്ത് വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരോ ആരും അറിയാത്തവരോ അല്ല. ഈ ഇരിക്കുന്ന ഓരോ മക്കളും ഓരോ കുടുംബത്തിന്റെ പ്രതീക്ഷയും സ്വപ്നമാണെങ്കിലും നമ്മളൊക്കെ ഈ ലോകത്തുള്ള 700 കോടി ജനങ്ങളിൽ കോഴിക്കോട് സൗത്ത് ജില്ലയിൽ ഓരോ കുടുംബത്തിലെയും വാപ്പാന്റെ മക്കളായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തെരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഏറ്റവും അനുഗ്രഹീതരായ സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ചോദിച്ചതും, ജീവിതത്തിൽ എത്രയെത്ര പദവികൾ. ഇന്നെന്റെ മുൻപിലുള്ള നിങ്ങളിൽ പലരും മക്കൾ മാത്രമാ, ജ്യേഷ്ഠന, അനിയന, പെങ്ങള. നാളെ നിങ്ങൾ ഭാര്യയാകും, നിങ്ങൾ ഭർത്താക്കന്മാരാകും, പിന്നീട് നിങ്ങൾ പിതാക്കളാകും, മാതാക്കളാകും. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ റബ്ബ് നിശ്ചയിക്കുന്ന സ്ഥാനങ്ങളിൽ അല്ലാഹ് തെരഞ്ഞെടുത്ത ഈ ലോകത്തെ ഏറ്റവും നല്ല സൃഷ്ടി, അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നതും. മിൻ അയ്യു ഷൈഇൻ ഖലഖഹു, മിൻ അയ്യു ഷൈഇൻ ഖലഖഹു. നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. പിതാവിന്റെ സ്രവിക്കപ്പെടുന്ന ആയിരക്കണക്കിന് ബീജങ്ങളിലെ ഒരു ബീജമായിരുന്ന നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡത്തോട് കുട്ടിയോജിപ്പിച്ച് അലക്കയായി, മുളകയായി, രക്തപിണ്ഡമായി, മാംസപിണ്ഡമായി, എല്ലുകളാൽ മാംസം പൊതിഞ്ഞ് വീണ്ടും മാംസങ്ങളാൽ എല്ലുകൾ പൊതിഞ്ഞ് മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. നിങ്ങളെ കൃത്യമായി രൂപപ്പെടുത്തിയവൻ നിങ്ങളുടെ സൃഷ്ടാവാണ്. എന്നിട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, സുമ്മ സബീല യസ്സറ. നിങ്ങൾക്കവൻ മാർഗങ്ങൾ എളുപ്പമാക്കി തന്നു. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഒരു മത്സ്യക്കുഞ്ഞിനെയും തള്ള നീന്തം പഠിപ്പിക്കാറില്ല. ഒരു കോഴിക്കുഞ്ഞിനെയും തള്ളക്കോഴി നടക്കാൻ പഠിപ്പിക്കാറില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുമ്മ സബീല യസ്സറ, ജീവിതത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ എന്ന അനുഗ്രഹത്തോടുകൂടി നിങ്ങൾക്കാവശ്യമായ സർവ്വ സ്നേഹ സമ്പന്ന ചുറ്റുപാടുകളും നിങ്ങൾക്കൊരുക്കി തന്ന റബ്ബ്
ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനം ഓർമ്മപ്പെടുത്തുന്നു. സുമ്മ അമാതുഹു ഫഅക്ബറ, നിങ്ങളൊക്കെ ഈ ലോകത്തോട് തിരിച്ചു മടങ്ങിപ്പോകേണ്ടവരാ. ലോകം അടക്കി വാണിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 34-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളും അടിച്ചൊതുക്കിയിട്ടും നിസ്സാരമായൊരു സൂക്കേടിന്റെ പേരിൽ പ്രതിരോധിക്കാൻ സാധിക്കാതെ മരണത്തിന് കീഴടക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, സുമ്മ അമാതുഹു ഫഅക്ബറ, മക്കളെ മരിക്കും. ആയുസിന്റെ സെക്കൻഡിന്റെ എപ്പോഴോ റബ്ബ് നിശ്ചയിച്ച മലക്കുൽ മൗത്ത് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. അതാണ് റബ്ബ് പഠിപ്പിച്ചതും, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. നിങ്ങൾ വന്നതൊക്കെ മണ്ണിൽ നിന്നാണെങ്കിൽ ആ തിരിച്ചുള്ള മണ്ണിലേക്ക് നിങ്ങൾക്കൊരു യാത്രയുണ്ട്. ആ യാത്ര മണ്ണോട് കൂടി അവസാനിക്കുകയില്ലെന്നും, സുമ്മ ഇദാ ശാഅ അൻശറ, ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ഈ ലോകത്തെപ്പോ നമ്മൾ മരിച്ചാലും, ഈ ലോകത്ത് ഏത് സമയത്ത് നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നാലും തീർച്ചയായും ഒരിക്കൽ കൂടി നാഥന്റെ മുൻപിൽ, റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും പുനർജീവിപ്പിക്കപ്പെടും. കാരണം ആ റബ്ബ് നമ്മളെ ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു തആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളെ റബ്ബ് ആദരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ലോകത്തെ മൃഗങ്ങളെ പോലെയല്ല, നിങ്ങൾ ഈ ലോകത്തുള്ള സസ്യജാലങ്ങളെ പോലെയല്ല, പർവ്വതങ്ങളെ പോലെയോ ആകാശങ്ങളെ പോലെയോ കുന്നുകളെ പോലെയോ ഈ ലോകത്തുള്ള മറ്റൊരു സൃഷ്ടിയെ പോലെയല്ല. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളെ റബ്ബ് ആദരിച്ചിരിക്കുന്നു. ആരാ ഇത് പറയുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ്, ഈ അണ്ഡകടാഹത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത പ്രപഞ്ചനാഥൻ മനുഷ്യനോട് പറയുന്നു, വലഖദ് കറംനാ ബനി ആദം, മക്കളെ നിങ്ങളെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങൾക്ക് അവൻ ജീവിക്കാൻ അവസരം തന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ, അതോടൊപ്പം നിങ്ങൾക്ക് പവിത്രമാക്കപ്പെട്ട ഭക്ഷണം തന്നു. നിങ്ങളെ ഈ ലോകത്ത് മറ്റാരേക്കാളും റബ്ബ് തെരഞ്ഞെടുത്തു. ഇതൊക്കെ റബ്ബ് നിങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള കാരണം നിങ്ങളൊന്നും വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല, ഓരോ സെക്കൻഡും ചോദ്യം ചെയ്യപ്പെടാനുള്ളവരാ. ഓരോ അനുഗ്രഹങ്ങളെ പറ്റിയും അള്ളാഹുവിന്റെ മുൻപിൽ പറയേണ്ടവരാ. അതുകൊണ്ടാ മദീനത്തെ പള്ളിയിൽ പട്ടിണി കൊണ്ട് മദീനയുടെ പുറത്തേക്കിറങ്ങി ഒരു കാരക്കയുടെ കഷണം കിട്ടുന്ന അള്ളാഹുവിന്റെ ഹബീബ് ആ കാരക്കയിലേക്ക് ചൂണ്ടിപ്പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, തീർച്ചയായും നിങ്ങൾക്ക് നൽകപ്പെട്ട സർവ്വതും അല്ലാഹു തആല നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് എൻ്റെ മക്കൾക്ക് കിട്ടുന്ന ആരോഗ്യം, ആയുസ്, ഈ യൗവനം, ഈ കൗമാരം നാളെ പടച്ച റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാ. ആ നൽകപ്പെട്ട ശ്രേഷ്ഠതയെ നിങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ നാഥന്റെ മുൻപിലെ ഏറ്റവും വെറുക്കപ്പെട്ടവർ നമ്മൾ ഓരോരുത്തരുമായിരിക്കും. ഇന്ന് പല മക്കളും സ്വന്തം നിലപാടുകളില്ലാതെ പലരുടെയും പിന്നാലെ ജീവിതം ഒപ്പിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അല്ലേ? മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ നമ്മളെ ജീവിതം നിയന്ത്രിക്കുന്നത് ആരാ? സിനിമാ നടന്മാരും പരസ്യ മോഡലുകളും. ഞാനെന്ത് ധരിക്കണം, ഞാനെന്ത് സംസാരിക്കണം, എൻ്റെ നാവുകളെ കൊണ്ട് ഞാനെന്ത് പറയണം, അങ്ങനെ പോലും ചിന്തിപ്പിക്കപ്പെടുന്ന കോലത്തിലേക്ക് ഇന്നത്തെ തലമുറയെ മീഡിയകളും ഇത്തരത്തിലുള്ള ദുഷ്ട ചിന്താഗതികളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. സ്വയം കോമാളികളാകുന്നവർ, മറ്റുള്ളവർക്ക് മുൻപിൽ കോമാളി വേഷം കെട്ടുന്നവർ കാണാറില്ലേ? കല്യാണ വീടുകളിൽ 4-5 പെൺകുട്ടികളുടെ നോട്ടം കിട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത വസ്ത്രം ധരിച്ച് കോലം കെട്ടി തുള്ളുന്ന ചില ചെറുപ്പക്കാരെ കാണാറില്ലേ? കലാലയ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ താൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും നോട്ടം കിട്ടാൻ വേണ്ടി നിലവാരം നഷ്ടപ്പെടുത്തുന്ന വേഷം കെട്ടുന്ന നിരവധി മക്കളെ ഇന്ന് നമുക്ക് പല ക്യാമ്പസുകളിലും കാണാൻ സാധിക്കും. ദുരന്ത ജീവിതം നയിക്കുന്നവർ, കള്ളിലും കഞ്ചാവിലുമാണ് ജീവിതത്തിന്റെ ഭംഗിയെന്ന് തിരിച്ചറിഞ്ഞ്, അതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇന്നത്തെ നവലിബറലുകൾക്കനുസരിച്ച് കള്ളിലും ലഹരിയിലും മാത്രം ജീവിതം നശിപ്പിക്കുന്ന, ദുരന്ത ജീവിതം നയിക്കുന്ന ആയിരക്കണക്കിന് മക്കളെ ഇന്ന് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാ ജീവിതം? എന്തിനാ ജീവിതം? അടിച്ചുപൊളിക്കാൻ, ആളുകൾക്ക് മുൻപിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ,
അതിലേക്കുള്ള പ്രേരണയാണ് ഇന്ന് ഈ കേരളത്തിലുള്ള നവലിബറലുകളും നിരീശ്വരവാദികളും മീഡിയകളിൽ കൂടെ പോലും നമ്മളെ മനസ്സുകളിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, ഇൻസ്റ്റഗ്രാമുകളിലൂടെയും 30 സെക്കൻഡ് റീലുകളിലൂടെയും കേരളത്തിലെ സിനിമകളിലെ പാട്ടുകളിലൂടെയും അവർ നിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന കൃത്യമായ അജണ്ട ഇന്നത്തെ പല വാക്കുകളിലും പാട്ടുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലിറങ്ങിയ ഒരു വല്ലാത്തൊരു സിനിമയുടെ പാട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് പോലും അറിയില്ല എത്രമാത്രം അപകടത്തിലേക്കാണ് ഇന്നത്തെ തലമുറയെ സിനിമകളും അതേപോലെയുള്ള ഇൻസ്റ്റഗ്രാം റീലുകളും കൊണ്ടുപോകുന്നത് എന്ന്. ആ പാട്ടിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് എൻ്റെ തന്നിഷ്ട കൂട്ട്. ഇത് ഈ രീതിയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അതിൻ്റെ രീതിയിലൊന്ന് പാടി നോക്കൂ. പല ക്യാമ്പസുകളിലും ആണും പെണ്ണും കുത്തഴിഞ്ഞ് തുള്ളുന്ന ഈ പാട്ടിന്റെ അർത്ഥങ്ങളെ പറ്റി, വരികളെ പറ്റി ഇന്നും അത്തഹിയ്യാത്തിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ കൈത്തൊടയിൽ ഒരു ചെറുപ്പക്കാരൻ കൈയഴിച്ചിട്ട് പാടുന്ന പാട്ടിന്റെ അവസാനത്തെ വരികൾ എന്താ? കട്ടച്ചോര കൊണ്ടടിക്കും സോഡാ സർബത്ത്. ഈ രീതിയിലുള്ള ആവേശത്തിന്റെ, വൈകാരികതയുടെ, അതിനേക്കാളേറെ വയലൻസിന്റെ ചിന്തകളിലേക്ക് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാ പലരും. ആ പാട്ടിന്റെ അർത്ഥം പോലും തിരിച്ചറിയാത്തവരോട് മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂട്ട്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്. എവിടേക്കാ ഈ ഉമ്മത്തിനെ, നമ്മളെ മക്കളെ മീഡിയകളും ഈ തന്നിഷ്ട ലോകങ്ങളും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് എൻ പാത എന്നവകാശം, വൈ തെറ്റാനുമുണ്ടവകാശം. ഇത് എൻ പാത എന്നവകാശം, വൈ തെറ്റാനുമുണ്ടവകാശം. സുഖ സന്തോഷമാണ് പ്രധാനം, ഇനി മറ്റൊന്നുമില്ല വിചാരം. പൊടി മീശയിലാണ് ആശ്വാസം, തോന്യാസമാണ് സന്ദേശം. ഇതാ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതാ നമ്മളെ അകത്തളങ്ങളിൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെയാ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മളെ മനസ്സുകളിലേക്ക് വേണ്ടാത്ത ചിന്തകളും തോന്നിവാസങ്ങളും കടത്തിവിടാൻ ഓരോ റീലുകളും ഇൻസ്റ്റഗ്രാമുകളും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരിക്കലും മക്കളെ നമ്മളുടെ വ്യക്തിത്വം നശിപ്പിക്കുന്ന ചിന്തകളിലേക്ക് നമ്മൾ ഒരിക്കലും കയറി ചെല്ലാൻ പാടില്ല. കാരണം നിങ്ങൾ ഓരോരുത്തരും സ്വപ്നങ്ങളാ, നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷകളാ. ഒരായുസ് മുഴുവൻ കഴുതയെപ്പോയ ഭാരം വലിച്ച് ഇന്നും നാടിന്റെ മുക്കുമൂലകളിൽ ചോര ചീരാക്കുന്ന ഒരു വാപ്പാന്റെ സ്വപ്നം, ഒരു ഉമ്മയുടെ പ്രതീക്ഷ. നാളെ ഈ സമൂഹത്തിന്റെ കാവലാളാകേണ്ടവർ, നാളെ കുടുംബത്തിന്റെ വെളിച്ചമാകേണ്ടവർ, നാളെ ഈ സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും നേതൃത്വത്തിന്റെ കടിഞ്ഞാണ് പിടിക്കേണ്ട മക്കളെ, നിങ്ങൾ സ്വപ്നങ്ങളാ, നിങ്ങൾ പ്രതീക്ഷകളാ. നിങ്ങളെ കാണുന്നതിന്റെ മുൻപേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ, ഇന്നും നിങ്ങൾ ആരെന്നറിയാതെ നിങ്ങളെ സേവിക്കുന്ന ഈ മാതാപിതാക്കളുടെ സ്വപ്നം, ഏത് നാട്ടുകാരാണെന്ന് പോലും ചിന്തിക്കാതെ വിഭവസമൃദ്ധമായ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും തന്ന്, മധുരത്തിന് മൈസൂർ പാക്കും തന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഈ നാടിനോട്, ഈ സമുദായത്തോട്, ഈ കുടുംബത്തോട് നിങ്ങൾക്കൊരു കടമയുണ്ട്. നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. റബ്ബ് നിശ്ചയിച്ചു തന്ന ചില ബാധ്യതകൾ. ഒരിക്കലും വഴിതെറ്റിയ വാഹനത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. അൽ ജഹ്ലു മുതിഉ ശുമൂസ്. വഴിതെറ്റിയ വാഹനം അത് നിങ്ങളെ നശിപ്പിക്കും. ഫമൻ റകിബഹ ഫഖദ് സല്ല വമൻ സുഹിബഹ ഫഖദ് ലല്ല. വഴിതെറ്റിയ വാഹനത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായും നിങ്ങളും വഴിതെറ്റിപ്പോകും. നിങ്ങളെ വഴിതെറ്റിക്കാൻ പല കോലത്തിലും രീതിയിലും പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹം വലിയ പ്രതീക്ഷയോടെയാ നിങ്ങളെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിച്ച കാലം എത്ര എന്നുള്ളതല്ല, ജീവിച്ച കാലം കൊണ്ട് നമ്മളെ നാട്ടിൽ, നമ്മളെ ദീനിൽ നമുക്ക് അടയാളങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. നാളെ നിങ്ങൾ കയറി ചെല്ലുന്ന നിങ്ങളെ ക്യാമ്പസുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടയാളപ്പെടുത്താൻ പറ്റണം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മുൻപിൽ, നിങ്ങളുടെ അനിയന്റെ മുൻപിൽ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുൻപിൽ നിങ്ങൾക്ക് ജീവിതം അടയാളപ്പെടുത്താൻ സാധിക്കണം. അതിനെന്തു വേണം? നിങ്ങൾ സമൂഹത്തെ അറിയിച്ചു കൊടുക്കണം ആരാണ് അള്ളാഹു എന്ന്. അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകണം. ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പലരെയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിടികൂടിക്കൊണ്ടിരിക്കുകയാ. ഈ കേരളക്കരയിലെ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മാതാപിതാക്കളുടെ മകൻ മീഡിയകൾക്ക് മുൻപിൽ വെച്ച് ആദ്യം വിളിച്ച വാക്കിങ്ങനെയായിരുന്നു: അഊദു
ബിഡിംഗനാഹി, ഔദു ബിഡിംഗനാഹി. എന്തേ കാരണം? ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ്, മടവൂര് പിടിച്ചിറക്കുന്ന കള്ളക്കറാമത്ത് കഥകൾ കേട്ട്, വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ആ തീവണ്ടിയെ ഗുണദോഷിച്ചു വിട്ട കഥ കേട്ട്, നടുക്കടലിന്റെ മുകളിലൂടെ ഷെയ്ഖുനാന്റെ പേരിൽ തൽബിയത്ത് ചൊല്ലി കപ്പലിന്റെ കപ്പിത്താനെ പോലും അത്ഭുതപ്പെടുത്തി കപ്പലിനെ നിയന്ത്രിക്കുന്ന കഥകൾ കേട്ട്, അല്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാല് കൊടുത്ത് ഗർഭമുണ്ടാക്കിയ കഥ കേട്ട്, ക്യാമ്പസുകളിലെ ചില ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ നിരീശ്വരവാദം കുത്തിവെച്ച് അതിനേക്കാൾ വലുത് ഡിങ്കനും മായാവിയുമാണ് എന്ന് മീഡിയകൾ പടച്ചുവിടുമ്പോ ഔദു ബിഡിംഗനാഹി, ഡിങ്കനിൽ ശരണമെന്ന് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന് നമ്മളെ ക്യാമ്പസുകളിൽ ഉണ്ടെങ്കിൽ, ആ ക്യാമ്പസുകളിൽ, ആ സ്കൂളുകളിൽ ആരാണ് റബ്ബെന്ന് അറിയിച്ചു കൊടുക്കാൻ നമ്മൾ ഉണ്ടാകണം. ഹയ്യുൽ ഖയ്യൂമായ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, എന്റെയും നിങ്ങളെയും പടച്ച പ്രപഞ്ചത്തിന്റെ നാഥനെ തൊട്ട് ഈ സമൂഹത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത എന്നിലും നിങ്ങളിലും അള്ളാഹു ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. ബിദ്അത്തുകൾ വളർന്നുകൊണ്ടിരിക്കുകയാ. മതത്തിലില്ലാത്തൊരു വിഷയം ഒരിക്കലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന് തെളിയിക്കപ്പെടുന്ന ചരിത്രം ഈ കേരളക്കര നമ്മളെ കാണിച്ചു തന്നു. ഇക്കഴിഞ്ഞ റബീഉൽ അവ്വൽ 1 മുതൽ 15 ദിവസം വരെ കരിമന്നും പരുന്നു പ്രയോഗങ്ങളും ഇശൽ നൈറ്റുകളും ഗാനമേളകളും തുടങ്ങി റോഡുകൾ ബ്ലോക്ക് ചെയ്ത് 2000-ന്റെയും 10,000-ന്റെയും 20,000-ന്റെയും വാട്സുള്ള കേബിനുകൾ ഓരോ വാഹനത്തിലും കെട്ടിവെച്ച് റോഡുകളിലൂടെ പായുന്ന വാഹനത്തെ തടഞ്ഞു നിർത്തി അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ നബിദിനമെന്ന ഇസ്ലാമിലില്ലാത്ത ആഘോഷങ്ങൾ നടത്തുന്നവനും കല്യാണത്തിന്റെ പവിത്രമാക്കപ്പെട്ട ദിവസത്തിൽ ഒട്ടകപ്പുറത്ത് കയറിയ കഴുതയെ പോലെ ഒട്ടകപ്പുറത്ത് എഴുന്നള്ളിക്കപ്പെട്ട് റോഡുകളിൽ പ്രയാസപ്പെടുന്ന മനുഷ്യരെ വീണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡരികളിലൂടെ നടന്നു പോകുന്നവന്റെ തലയിലേക്ക് പോലും സ്പ്രേ കുപ്പികൾ അടിച്ച്, കണ്ണടയും ധരിച്ച്, ചുബ്ബയും ധരിച്ച്, ഊലം വടിയും പിടിച്ച് പേക്കൂത്തു തുള്ളുന്ന ഇന്നത്തെ തലമുറകൾക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കണം ആരാണ് റബ്ബെന്ന്, ആ റബ്ബിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന്, ആ റബ്ബിൽ എങ്ങനെ വിശ്വസിച്ചുറച്ചു നിൽക്കണമെന്ന് മക്കളെ നമ്മളെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. കാരണം നിങ്ങളിൽ അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങളുടെ കലാലയത്തിൽ അതിനു മുന്നിൽ നിന്ന് നയിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളുണ്ടാവണം. നമ്മളെ വ്യക്തിത്വമാണത്. സ്വഭാവ സംസ്കരണ രംഗത്ത് അല്ലേ, ചിന്തിച്ചു നോക്കൂ. നമ്മളെ സ്വഭാവം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെ കണ്ട് ജീവിക്കുന്ന ആളുകൾക്കാ. ഏതെങ്കിലും പ്രണയക്കാരനോ പ്രേമക്കാരനോ നൈമിഷികമായ നേരത്തേക്ക് കാണിച്ചു കൊടുക്കേണ്ടതല്ല നമ്മളുടെ ഒരാളുടെയും ജീവിതം. മറിച്ച് നമ്മെ കണ്ട് ജീവിക്കുന്ന ഈ സമൂഹത്തിന്, ഇന്നത്തെ തലമുറക്ക് നമ്മളെ സ്വഭാവത്തിന്റെ മഹത്വം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടല്ലേ എത്ര A+ വാങ്ങിയാലും, എത്ര ഡിഗ്രി വാങ്ങിയാലും, ഏതൊക്കെ ഫ്ലസ്സുകളിൽ നിങ്ങളെ പേര് വന്നാലും ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം: ഈ ലോകം മുഴുവൻ നേടിയിട്ടും സ്വന്തം മനസ്സ് നന്നാക്കാൻ പറ്റാത്തവൻ, സ്വന്തം സ്വഭാവം നന്നാക്കാൻ പറ്റാത്തവൻ ജനങ്ങളിലെ ഏറ്റവും പാപ്പരായവനാ, ഏറ്റവും തോൽവി നേടിയവനാ. നേടിയെടുക്കുന്ന A+കളേക്കാൾ, നേടിയെടുക്കുന്ന ലോകത്തെ മറ്റേത് അറിവിനേക്കാൾ എൻ്റെ സ്വഭാവം, ആ സ്വഭാവമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. അതാണ് നമ്മളുടെ സമ്പാദ്യം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യുഗ്നി. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണോ, ആ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കണം. നിങ്ങളുടെ നിലവാരം നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണോ, ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കണം. ആലോചിച്ചു നോക്കൂ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു പെരുന്നാൾ നമസ്കാരത്തിനിടയിൽ ഒരു പാവപ്പെട്ട 19 വയസ്സുള്ള +2കാരൻ വിദ്യാർത്ഥി അറ്റാക്ക് വന്ന് മരിച്ചു വീണപ്പോ ആ ചെറുപ്പക്കാരൻ കുട്ടിയുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു നാടൊന്നടങ്കം വന്നപ്പോ ആ മകന്റെ മയ്യത്തിന് 6 അടി മണ്ണിലേക്ക് ആ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ അന്ന് വരെ ആ നാട് കാണാത്ത നിലക്ക് ആ മയ്യത്തിന്റെ കബറും പുറത്തേക്ക് 3 പിടി മണ്ണ് വാരിയിട്ട് കരയുന്നത് ആ നാട്ടിലെ ആ ചെറുപ്പക്കാരന്റെ ബന്ധുക്കൾ പോലും അല്ലാതിരുന്നിട്ടും ഒരു നാടൊന്നടങ്കം അവന്റെ മരണത്തിന്റെ മുൻപിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്സത്തുള്ള മക്കളാവണം. പെരുമാറ്റം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും വസ്ത്രദാനം കൊണ്ടും ഇറുകിപ്പിടിച്ച ജീൻസും കുട്ടി വനിയനും ഷോർട്സും ലെഗിൻസും ധരിച്ച് കണങ്കാലിൽ കറുത്ത ചരട് കെട്ടി നാട്ടുകാർക്ക് മുമ്പിൽ ജീവിതത്തെയും ശരീരത്തെയും വിളമ്പിക്കൊടുക്കുന്ന നവലിബറൽ പെൺമക്കളല്ല. എന്റെ ശരീരം എന്റെ ഭർത്താവിന് അവകാശപ്പെട്ടതാണെന്നും
എന്റെ ഭർത്താവിനോട് ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ നീതി എന്റെ മുകളിലെ രോമങ്ങൾ മുതൽ കാലിന്റെ പെരുവിരൽ വരെ എന്റെ ഭർത്താവിന് മാത്രമേ ഞാൻ കാണിച്ചു കൊടുക്കൂ എന്ന് പറയുന്ന ഇസ്സത്തുള്ള പെൺമക്കളാവണം. ഉഹുദിന്റെ രണാങ്കണത്തിൽ അമ്പേറ്റ് തൊടഭാഗത്ത് ആ അമ്പ് കുത്തിക്കയറിയപ്പോ പ്രാണവേദന കൊണ്ട് ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ കാലൊന്നിട്ട് അടിച്ച് വേദന സങ്കടപ്പെടുത്തും. ആ കാലിങ്ങനെ പെടയുന്നതിനിടയിൽ നെരിയാണിക്ക് മുകളിലേക്ക് അല്പം വസ്ത്രം കയറി നിൽക്കും. ആ വസ്ത്രത്തിന്റെ കയറി നിന്ന വെളുത്ത ഭാഗത്തേക്ക് നോക്കി ശത്രുവായ ഒരു മനുഷ്യൻ പുഞ്ചിരിച്ച് ആസ്വദിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ, എന്റെ ഔറത്ത് നബിയേ. കയ്യിലുള്ള ഒരു അമ്പെടുത്ത് അടുത്ത് നിൽക്കുന്ന സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഈദേ, വില്ല് വേണ്ട, അമ്പെടുത്തെറിഞ്ഞാ മതി. ആ അമ്പെടുത്തെറിയുമ്പോ നോക്കി രസിക്കുന്ന ശത്രുവിന്റെ മാറ് തുടർന്ന് ആ അമ്പ് പുറം ഭാഗത്ത് ചാടുകയും ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയുടെ കാൽ ഭാഗത്തേക്ക് ആ ശത്രു മുഖം കുത്തി മരിച്ചു വീണപ്പോ ആ വേദനക്കിടയിലും സ്വന്തം കാലിന്റെ തൊടഭാഗത്ത് അമ്പുണ്ടായിട്ടും തന്റെ മറ്റുള്ള ആളുകൾ കാണാതിരിക്കാൻ തന്റെ കാലിന്റെ നെരിയാണിയുടെ ഭാഗം കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് മറച്ചു പിടിച്ച ഉമ്മു ഐമൻ എന്ന ലോകം കണ്ട ഏറ്റവും നല്ല ഉമ്മയുടെ, ലോകം കണ്ട ഏറ്റവും നല്ല പെൺകുട്ടിയുടെ അനുയായികളാകണം മക്കളെ നിങ്ങൾ. എന്റെ ശരീരവും എന്റെ കഴുത്തും എന്റെ മാറിടങ്ങളും എന്റെ ശരീരഭാഗങ്ങളും എന്റെ ആണിനു മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ഇസ്സത്തുള്ള പെൺമക്കളാവണം. എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും, ഞാൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും എനിക്ക് എന്റെ റബ്ബിന്റെ മുൻപിൽ പറയാനുള്ള മറുപടിയാണെന്ന് ആൺമക്കളും ചിന്തിക്കണം. ഏതെങ്കിലും കലായ ക്യാമ്പസുകളിലെ അന്യ സ്ത്രീകളെ നോക്കി റോഡ് വക്കിലിരുന്ന് കമന്റ് അടിച്ച് ബസ് സ്റ്റോപ്പുകളിലിരുന്ന് കൊഞ്ഞനം കുത്തി സാന്നിധ്യം അറിയിക്കുന്ന പേക്കോലങ്ങളല്ല മക്കളെ നിങ്ങൾ. മേൽചുണ്ടുകളിലെ മീശയും താടിരോമത്തിന്റെ കരുത്തും ആണത്തത്തിന്റെ പവറുമുണ്ടെങ്കിൽ അതേതെങ്കിലും നാട്ടുകാർക്ക് മുൻപിൽ ആണും പെണ്ണും കെട്ട സ്വഭാവത്തിന് മാറ്റിവെക്കാതെ ആർജവത്തോടെ നാടിന്റെ മുൻപിൽ നെഞ്ചും വിരിച്ച് പറയാൻ പറ്റണം, വഖാല വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ ഒരു മുസ്ലിമാ. ഇവിടെയുള്ള നിരീശ്വരവാദികളെക്കാൾ നവലിബറലുകളെക്കാൾ ചുണ്ടിൽ ചായം തേച്ചിറങ്ങുന്ന മുടികളിൽ വ്യത്യസ്ത സ്റ്റൈലുകൾ കാണിച്ച് നാട്ടുകാർക്ക് മുൻപിൽ വേഷം കെട്ടുന്ന നവലിബറലുകളെക്കാൾ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ എന്റെ മക്കൾക്ക് സാധിക്കുമ്പോ ലോകം നിങ്ങളെ ബഹുമാനിക്കും, നാട് നിങ്ങളെ ആദരിക്കും. നമ്മൾ മരിച്ചാലും ഒരടയാളപ്പെടുത്തൽ നമ്മളെ നാടുകളിൽ ഉണ്ടാകും. ഓരോ ബന്ധങ്ങളെയും പവിത്രമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരാളെയും നമ്മൾ കരയിപ്പിക്കരുത്, ഒരാളെയും നമ്മൾ സങ്കടപ്പെടുത്തരുത്, ഒരു കുടുംബവും നമ്മൾ തകർക്കരുത്. എൻ്റെ എല്ലാ മക്കളോടുമാ ഇന്നത്തെ തലമുറകൾക്ക് മുൻപിൽ പലരും പഠിപ്പിക്കുന്ന ഒരു ധാരണ, ഒന്നിലധികം ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക, പ്രേമം, പ്രണയം, ഇതൊക്കെ ഉണ്ടാകലൊക്കെ ഒരു ആണത്തത്തിന്റെ ലക്ഷണമായിട്ടാ ആളുകൾ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഉണ്ടെങ്കിലേ എനിക്കും ഒരു പവറുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം അല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം കല്യാണത്തിന്റെ മുൻപിൽ ഇല്ലേ? ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സർവ്വ മലക്കുകളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ല, ആരുടെയെങ്കിലും വാലായി കൂടെ കൂടി കൂട്ടുകാരന്റെ കൂട്ടുകാരനെ അവനാന്റെതാക്കാൻ വേണ്ടി മത്സരിച്ച് ഏതെങ്കിലും ഫ്രൂട്ട് സ്റ്റാളിലും ഏതെങ്കിലും ബസ് സ്റ്റോപ്പിന്റെ വഴിയിലും ചെന്ന് കാവല് നിൽക്കുന്നുണ്ടോ? ഈ ലോകത്ത് പടച്ച റബ്ബിന്റെ സർവ്വ മലക്കുകളും അവരെ ശപിക്കുന്നുണ്ട്. കാരണം ഒരാളെയും നിങ്ങൾ കരയിപ്പിക്കരുത്. ഓരോ പെൺമക്കളുള്ള വാപ്പാരും ഉമ്മാരും പെൺമക്കളെ പറ്റി 1000 സ്വപ്നം കാണുന്നുണ്ട്. ഓരോ ആൺമക്കളുള്ള വാപ്പാരും ഉമ്മാരും ആ ആൺമക്കളെ പറ്റി 1000 സ്വപ്നം കാണുന്നുണ്ട്. മറ്റു കുടുംബങ്ങളെ കരയിപ്പിക്കുന്നില്ല. എന്റെ സ്വഭാവം കൊണ്ട് ഒരു കുടുംബത്തിലും ഞാൻ കണ്ണീര് വരുത്തുന്നില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഒരു നല്ല മക്കളാവുന്നതും നമ്മളെ സ്വഭാവത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളതും, മക്കളെ, ഈ ലോകത്തേക്ക് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ തീരുമാനമാണെങ്കിലും ഇന്ന് ഈ കാണുന്ന ഭംഗിയിലും പവറിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മാതാപിതാക്കളുടെ ത്യാഗം കൊണ്ടാണ്. ഓരോ സെക്കൻഡും എൻ്റെ മക്കൾ നന്നാവാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനത്തെ ശ്വാസത്തിന്റെ ഇടയിൽ പോലും എൻ്റെ മക്കളെ യത്തീം മക്കളാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വാപ്പയുടെ, ഒരു ഉമ്മയുടെ ഹൃദയം തുറന്ന പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് കിട്ടുന്ന തണലെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കണം. ആയിരക്കണക്കിന് കുടുംബക്കാരുടെ പ്രാർത്ഥനയോടെ കൈപിടിച്ച് കരയുന്ന ഒരു വാപ്പാന്റെ കയ്യിന്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിക്കപ്പെട്ട ആണിന്റെ കയ്യിലേക്ക് പോകുന്ന ബർക്കത്തും നാട്ടുകൂട്ടുകാരന്റെ
10 കൂട്ടുകാരന്റെ ബലത്തിൽ രജിസ്റ്റർ ഓഫീസിന്റെ 4 ചുമരുകൾക്കുള്ളിൽ 10 ലഡു വിതരണം ചെയ്ത് 2 ചുവന്ന മാലയിട്ട് ഇല്ലോളം തരി പൊന്നില്ലേലും എന്ന പാട്ട് വെച്ച് ജീവിക്കലൊന്നും ജീവിതല്ല, അത് ഇൻസ്റ്റഗ്രാം റീലുകളാ. അതൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ മനസമാധാനം വരുത്തില്ല. നെഞ്ചുപൊട്ടിയ ഒരു വാപ്പാന്റെ കണ്ണുനീരിനും ഈ ലോകത്തിന് പകരം വെക്കാൻ ഒരു കിണറിലെ വെള്ളം ഒഴിച്ചാലും നിങ്ങൾക്ക് പറ്റില്ല. കണ്ണു നിറഞ്ഞ് കരയുന്ന ഒരു ഉമ്മാന്റെ കണ്ണുനീരിന്റെ ചൂട് തണുക്കാൻ ഈ ലോകത്തുള്ള സർവ്വ വെള്ളവും കടലിലെ വെള്ളം നിങ്ങൾ ഒഴിച്ചാലും നിങ്ങൾക്ക് ആ ഉമ്മാന്റെ കണ്ണുനീര് തണുപ്പിക്കാൻ പറ്റൂല. കാരണം ജീവിതത്തിൽ അള്ളാഹു നിങ്ങളെ നിശ്ചയിച്ചത് ആ 2 ഉദരങ്ങളിലാ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോട് നമ്മൾ ഏത് നിലക്ക് പെരുമാറണമോ ആ സ്നേഹവും കടപ്പാടും ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവസാനമായി എൻ്റെ ഓരോ മക്കളോടും പറയാനുള്ളത്, പണമുണ്ടാക്കാനല്ല ജീവിതം, പണമുണ്ടാക്കാൻ മാത്രമാണ് ജീവിതം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ചില മക്കൾക്ക് തോന്നി പൈസ ഉണ്ടാക്കണം, അതിന് ലഹരിയുടെ കേരിയറാവുന്നു, തോന്നിവാസങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവൻ്റേത് മോഷ്ടിക്കുന്നു, അപഹരിക്കുന്നു, കള്ളത്തരങ്ങൾ ചെയ്യുന്നു. മനുഷ്യന്റെ അടുക്കള രഹസ്യങ്ങൾ പോലും പണമുണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയക്ക് മുൻപിലേക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നു. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാ സോഷ്യൽ മീഡിയ ഇത്രമാത്രം നമ്മളെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള കാരണം? കുടുംബത്തിലെ മാതാപിതാക്കളായ ഉമ്മമാര് പോലും വീട്ടിലെ സീൽക്കാര ശബ്ദങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലുമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. മറകത്ത് ചെയ്യേണ്ടിയിരുന്ന പലതും ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. കെട്ടിയ പെണ്ണിന് പകരം മറ്റൊരു പെണ്ണിനെ ബെഡ് കൊണ്ടുവച്ച് കിടത്തി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പ്രാങ്ക് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും അവനവന്റെ നേട്ടത്തിന് വേണ്ടി നമ്മളെ സമയവും പണവും നഷ്ടപ്പെടുത്തുന്ന വൃത്തികേടുകൾ പടച്ചുവിടുമ്പോ തോണ്ടിക്കൊണ്ടിരിക്കുന്ന 30 സെക്കൻഡിന്റെ നോട്ടങ്ങൾ, ആ തോണ്ടിക്കൊണ്ടിരിക്കുന്ന 30 സെക്കൻഡിന്റെ കാഴ്ചകൾ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. പടച്ചുവിട്ടവൻ മാത്രമല്ല, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി റീൽസുകൾ ഉണ്ടാക്കിയവർ മാത്രമല്ല, അവന്റെ വീഴ്ചയും അവന്റെ സങ്കടവും കണ്ട് അത് പ്രാങ്കൻ നോമന പേരിട്ട് വിളിച്ച് കണ്ട് രസിച്ചവനാകട്ടെ, ഉടുത്തതും ഉടുക്കാതെയും തുള്ളുന്ന പെണ്ണാവട്ടെ, ഉടുത്തതും ഉടുക്കാതെയും തുള്ളുന്ന ആണാവട്ടെ, ഓരോ ആണും പെണ്ണും പടച്ചുവിടുന്ന തോന്നിവാസങ്ങൾ കാണാൻ നിങ്ങളെ മണിക്കൂറുകൾ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന സമഅ നിങ്ങളുടെ കേൾവി, വൽ ബസറ നിങ്ങളുടെ കാഴ്ച, വൽ ഫുആദ നിങ്ങളുടെ ചിന്ത, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നാളെ റബ്ബിന്റെ മുൻപിൽ അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, അതൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ എൻ്റെ കാഴ്ചകളും പെരുമാറ്റങ്ങളും മറ്റുള്ള ആളുകൾക്ക് സങ്കടമുണ്ടാക്കാൻ പാടില്ല, അവരുടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. പണമുണ്ടാക്കാൻ മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിക്കാനും പാടില്ല. MBBS നേടിയിട്ടും തൻ്റെ കൺമുൻപിൽ ഇരിക്കുന്ന ഒരു രോഗിയെ ഒരു വാപ്പാന്റെ സ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ MBBSന് അക്ഷരങ്ങളുടെ വിലയേയുള്ളൂ. നീ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടും നിന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തത്തിൽ സിമന്റിലും കമ്പിയിലും നീ കൃത്രിമം കാണിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഡിഗ്രിക്ക്, എഞ്ചിനീയറിംഗിന് ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ വിലയേയുള്ളൂ. ഏൽപ്പിക്കപ്പെടുന്ന വിദ്യാഭ്യാസം കൊണ്ട് നീ കൊടുക്കേണ്ട സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. പണമുണ്ടാക്കാനാണ് ജീവിതം എന്ന് നീ തെറ്റിദ്ധരിക്കരുത്. ആരെങ്കിലും കൂട്ടിച്ചേർക്കുന്ന മണി ചെയിൻ കണ്ണികളായി ആൾക്കാർക്ക് മുൻപിൽ വേഷം കെട്ടുന്ന കൂട്ടും സൂട്ടും ധരിച്ച് ഒരു ജാഗർ ബെൻസിന്റെ കാറിന്റെ മുൻപിൽ നിന്ന് അതാണ് ലൈഫ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന മീഡിയകൾക്ക് മുൻപിൽ, ഇൻസ്റ്റഗ്രാമുകാരന്റെ മുൻപിൽ അതല്ല ജീവിതമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റേണ്ടതുണ്ട്. ആത്യന്തികമായി അവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് നിങ്ങളെ മനസ്സുകളിലേക്ക് ഞാനൊരു ചിന്തയിടുകയാ. എന്തിനാ ഈ ചിന്ത എന്നറിയോ? നാളെ നിങ്ങൾ കുടുംബത്തിലേക്ക് എത്തുമ്പോ, നാളെ നിങ്ങൾ സമൂഹത്തിലേക്ക് എത്തുമ്പോ നിങ്ങൾക്ക് റബ്ബ് തന്നതിൽ നിങ്ങൾക്ക് തൃപ്തിക്കുറവ് തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നുന്നിടത്താണ് കുടുംബം നശിക്കുന്നത്. അങ്ങനെ തോന്നിത്തുടങ്ങുന്നിടത്താണ് ഞാൻ വലിയ പരാജയാന്ന് ഓരോരുത്തർക്കും തോന്നുന്നത്. അല്ല, നിങ്ങളൊക്കെ പരാജയപ്പെട്ടവരല്ല, ജയിച്ചവരാ. നിങ്ങൾക്ക് മുച്ചിറയില്ല, നിങ്ങൾക്ക് ശരീരത്തിന്റെ അവയവത്തിന് കുറവില്ല, ഒരു വിരലിന്റെ കുറവ് പോലും പടച്ചോ നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളുടെ മുടികളിൽ കറുപ്പാണ്, നിങ്ങളുടെ ചുണ്ടുകൾക്കുള്ളിൽ പല്ലുകളുണ്ട്, നാവുകളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിറങ്ങളും വർണ്ണങ്ങളും കാണാൻ പറ്റുന്ന കാഴ്ചയുടെ കണ്ണിന്റെ ഭംഗി അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ശരി, എങ്കിൽ നിങ്ങൾ തോറ്റവരാണോ? അല്ല. പക്ഷെ നിങ്ങൾ തോറ്റവരാണെന്ന് നിങ്ങളെ പഠിപ്പിക്കും മീഡിയകൾ. പടച്ചുവിടുന്ന ചില സിനിമകളിലൂടെയും ക്ലിപ്പുകളിലൂടെയും ഒരിക്കലും നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തരുത്. എത്ര ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബേഴ്സ് ലക്ഷങ്ങൾ കൂടുതലുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു. എത്ര ആളുകളാ
അതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ച് അത് കണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. ഒരിക്കലും ക്യാമറയുടെ മുൻപിൽ കാണുന്ന ജീവിതം സത്യമാണെന്ന് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഈ ഹൈസക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം ഇതാ: ക്യാമറകൾക്ക് മുൻപിൽ അഭിനയിക്കുന്നവന്റെ അഭിനയം യാഥാർത്ഥ്യമല്ല, യാഥാർത്ഥ്യമല്ല. അത് സിനിമയാവട്ടെ, ഇൻസ്റ്റഗ്രാം റീലാവട്ടെ, അത് കണ്ട് രസിച്ച് സ്വയം വേഷം കെട്ടല്ലേ. ക്യാമറകൾക്ക് മുൻപിൽ അഭിനയിക്കാൻ ആർക്കും പറ്റും. ഈ സദസ്സിന്റെ മുൻപിൽ, നിങ്ങളുടെ മുൻപിൽ ഈ ഇരിക്കുന്ന കോലത്തിലല്ല നിങ്ങൾ ഇരിക്കും. എങ്ങനെ? ഒരു ക്യാമറ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ, കല്യാണ വീട്ടിലൊക്കെ നമ്മൾ കാണാറില്ലേ, വാരി വലിച്ച് കോഴിക്കാല് ബിരിയാണിന്റെ ഉള്ളിൽ നിന്നെടുത്ത് കടിച്ചു പറിച്ചു തിന്നുമ്പോ കൊടയും പിടിച്ചൊരു ക്യാമറമാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കോഴിക്കാലൊക്കെ അവിടെ വെച്ച് വളരെ ഡീസന്റായി ഒരു 4 മണി എടുത്തിട്ട് അങ്ങനെ തിന്നും. എന്തേ കാരണം? ക്യാമറ ഉണ്ട്. ക്യാമറ കണ്ട മനുഷ്യൻ അഭിനയിക്കും. ആ അഭിനയിക്കുന്ന റീൽസ് കണ്ട് സ്വന്തം ജീവിതത്തെ അവർക്ക് വേണ്ടി കൊടുക്കരുത്, അവർക്ക് വേണ്ടി നീക്കി വെക്കരുത്. അതല്ല ജീവിതം. മറിച്ച് അഭിനയമല്ലാത്തൊരു ലോകമുണ്ട്. അഭിനയിച്ചവരും അഭിനയമല്ലാത്ത ലോകത്ത് അഭിനയിച്ചതിന്റെ കണക്ക് പറയുന്നൊരു ലോകം. അവിടെ എൻ്റെ മക്കളെ, നിങ്ങൾക്ക് നന്നാവണമെങ്കിൽ, നിങ്ങൾക്ക് ആ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, അള്ളാഹുവിന്റെ അമ്പിയാക്കളോടൊപ്പം റബ്ബിന്റെ ഏറ്റവും മനോഹരമായ സ്വർഗത്തിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ജീവിതത്തിന് ഒരു വ്യക്തിത്വം ഉണ്ടാകണം. ആരാണ് ഞാൻ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുകയാ നിങ്ങളോട്. കണ്ണാടിക്ക് മുൻപിലിരുന്ന് പിരികം ത്രെഡ് ചെയ്യണോ, മീശന്റെ ചെറിയ രോമങ്ങൾ വെട്ടിയൊതുക്കണോ, 4-5 രോമം വരുന്നുണ്ടോ എന്ന് തിരയാനല്ല. ആ കണ്ണാടിക്ക് മുൻപിലിരുന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം, മൻ അന, ആരാണ് ഞാൻ? കേവലം സിനിമാ നടന്മാരുടെയും പരസ്യ മോഡലുകളുടെയും ബ്രാൻഡഡ് ഉൽപ്പന്നമായി പടച്ചുവിടപ്പെടുന്ന ഒരു ബ്രാൻഡഡ് വേഷം കെട്ടുന്നവനാണോ ഞാൻ? അല്ല. എന്നെ ജന്മിപ്പിച്ച മാതാവിനോടും ജന്മം തന്ന റബ്ബിനോടും കടമകൾ പൂർത്തീകരിക്കുന്ന നല്ലൊരു മകനാണോ ഞാൻ? നല്ലൊരു മകളാണോ ഞാൻ? എൻ്റെ സ്ഥാപനത്തിലും ക്യാമ്പസുകളിലും എൻ്റെ കുടുംബത്തിലും എന്നെ കൊണ്ട് ആളുകൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ? ഞാൻ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, ജീവിച്ച കാലം കൊണ്ട് എനിക്കെൻ്റെ ഈ ജീവിതത്തിൻ്റെ യാത്ര എത്ര മനോഹരമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന മക്കളാവാൻ പറ്റണം. അതിനെന്തു വേണം? ഒരു മാറ്റം അനിവാര്യമാ, ഒരു മാറ്റം അനിവാര്യമാ. മാറ്റം റബ്ബിന് വേണ്ടിയാണെങ്കിൽ, സ്നേഹം റബ്ബിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും റബ്ബ് നമ്മളെ കൈവിടുകയില്ല. എവിടെ നമ്മൾ തോറ്റാലും, എവിടെ നമ്മൾ പരാജയപ്പെട്ടാലും നാഥൻ കൂടെയുണ്ടെങ്കിൽ, ഈ അണ്ടകടാഹത്തിൽ ആര് നിങ്ങൾക്കെതിരെ നിന്നാലും, ഈ ലോകത്തെ ഏത് ശക്തി നിങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയാലും റബ്ബ് കൂടെയുണ്ടെങ്കിൽ തകർക്കാനാവില്ല മക്കളെ. കാരണം ഏതൊരു കോടീശ്വരനും തന്റെ അവസാനത്തെ വാക്കായി ഡോക്ടർമാരോട് എത്ര കോടി തരാം, എന്റെ ആയുസ് ഒന്ന് നിലനിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ കോടികളെക്കാൾ ആയുസിന്റെ അളവ് സൃഷ്ടാവായ റബ്ബിന്റെ കയ്യിലാണെന്ന് ഓരോ കോടീശ്വരന്മാരുടെ മുഖത്തു നോക്കി ഡോക്ടർമാര് കണ്ണുനീരോടെ പറയുമ്പോ, എത്രയേറെ ആരോഗ്യത്തോടെ ജീവിച്ചിട്ടും സർവ്വ ജിമ്മുകളിൽ ചെന്നിട്ടും ഏതൊക്കെ ജിമ്മിന്റെ ട്രെയിനർമാരായിട്ടും അള്ളാഹു നിശ്ചയിച്ച സെക്കൻഡിന്റെ മുൻപ് നെഞ്ചുവേദനയെന്ന സങ്കടം കൊണ്ട് ഈ ദുനിയാവിലേക്ക് വിട പറഞ്ഞ് അള്ളാന്റെ മണ്ണിലേക്ക് തിരിച്ചു പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ നാഥൻ കൂടെയുണ്ടോ? എവിടെയും നമ്മൾ പരാജയപ്പെടേണ്ടി വരികയില്ല. റബ്ബിന്റെ സംരക്ഷണം ഓരോ സെക്കൻഡും നമ്മളിൽ ഉണ്ടാകും. അത്രേ റബ്ബ് എനിക്ക് വിധിച്ചിട്ടുള്ളൂ എന്ന് ചിന്തിക്കുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമകളാവുക. എനിക്ക് വേണ്ടത് ഡിഗ്രി അല്ല, എനിക്ക് വേണ്ടത് സർട്ടിഫിക്കറ്റുകളല്ല, എനിക്ക് വേണ്ടത് ഫ്ലെക്സിലെ എന്റെ ചിത്രങ്ങളല്ല, എനിക്ക് വേണ്ടത് നാട്ടുകാരുടെ സൽപ്പേരല്ല. മറിച്ച് നാളെ 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് എന്ന് ഓരോ കുടുംബക്കാരനും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ചേർത്ത് വെക്കുമ്പോ 6 അടി മണ്ണിൽ എന്നെ കാത്തന്റെ മലക്കുണ്ടാവണം, എന്റെ റബ്ബിന്റെ പ്രിയപ്പെട്ട മലക്കുകൾ ഉണ്ടാവണം. ആ മലക്കുകളുടെ പരവതാനി എന്ന സന്തോഷത്തിന്റെ പരവതാനിയിൽ കിടന്ന് സുഗന്ധം പരത്തി റബ്ബിന്റെ അരികിലേക്ക് അവരെന്നെ കൊണ്ടുപോകണം. ഏയാൻ ആകാശത്തുള്ള റബ്ബിന്റെ മുൻപിൽ എന്നെ അവർ പരിചയപ്പെടുത്തണം. ആരാണതെന്ന് ചോദിക്കുമ്പോ എന്നെ എന്റെ മലക്കുകൾ പരിചയപ്പെടുത്തണം. അൻസാർ ബിൻ അബ്ദുറഹ്മാൻ, അബ്ദുറഹിമാന്റെ മകൻ അൻസാറ. അല്ലാണ്ട് ഒരിക്കലും എന്നെ പരിചയപ്പെടുത്തുന്നത് നന്മന്റെ എന്ന നാട്ടിൽ വേലും കൂലിയും ചെയ്യാതെ സിനിമക്കാരന്റെയും സീരിയലിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും പിന്നാലെ പോയി കള്ളുകുടിച്ച് പെണ്ണുപിടിച്ച് ആരാന്റെ കുടുംബത്തിൽ സങ്കടങ്ങൾ ഉണ്ടാക്കി ലഹരി എന്ന മാരക വിപത്തിന് അടിമപ്പെട്ട് ജീവിതം കൊണ്ടൊരു ലക്ഷ്യവും നേടാതെ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ താനും തടഞ്ഞും ജീവിച്ച വെറും ഇരുക്കാലിയായിരുന്നെന്ന് എന്നെ റബ്ബിന്റെ മുൻപിൽ എന്റെ മലക്കുകൾ പരിചയപ്പെടുത്താതിരിക്കാൻ എനിക്ക് മാറ്റം അനിവാര്യമാ. ഞാൻ ആരാണെന്ന് ഞാൻ അറിയണം, എന്റെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ അറിയണം.
എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാഥൻ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന എൻ്റെ മാറ്റം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനുള്ള തുടക്കമാകട്ടെ ഈ ഹൈസക്കിന്റെ സന്ദേശം, ഹൈസക്കിന്റെ വേദി എന്ന് ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് ചിന്തിച്ച് മാറ്റത്തിന് വിധേയമാകുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാകുന്ന, മനസ്സിന് സമാധാനം കൊടുക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളാകുന്ന ഓരോ നാട്ടിലെ മൺതരികളും നമ്മളെ പാദം കൊണ്ട് പ്രപഞ്ചത്തെ പുളകം കൊള്ളിക്കുന്ന നന്മയുള്ള സങ്കേതമാകാൻ നമുക്കും നമ്മളെ നാടിനും നമ്മളെ പ്രവർത്തനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.